ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു 9071 നട്ട്സ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ക്രാഫ്റ്റ് വർക്കാണ് ചെയ്യാൻ പോകുന്നത്. ഏഷ്യ കപ്പ് വിന്നേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യക്കായിട്ടാണത്. സോ അതിനായി ഞാൻ മോർണിംഗ് തന്നെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് 4 കിലോമീറ്റർ അപ്പുറമുള്ള മൾട്ടിവുഡ് ഫോറക്സ് കട്ട് ചെയ്യുന്നൊരു കമ്പനിയിലേക്ക് പോയി. അവിടെ നിന്ന് വേസ്റ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തതിന് ശേഷം അത് കറി കയറ്റിയിട്ടതിന് ശേഷം സ്റ്റീലിംഗ് 4 കറക്കാക്കി നേരെ വീട്ടിലേക്ക് വിട്ടു. ഒരു ചിന്ന ഡ്രൈവ് മോഡാക്കി. പിന്നെ വീട്ടിലെ വേസ്റ്റിൽ നിന്നും കുറച്ച് സാധനങ്ങൾ സംഘടിപ്പിച്ചു. ഒരു വലിയ പൈപ്പിൻ്റെ ക്യാപ്പ്, ഫോറക്സ് കഷ്ണങ്ങൾ, ഫ്ലക്സ് യൂക്ക്, എംസീൽ, പിന്നെ ഒരു പ്ലാസ്റ്റിക് ബോൾ. പിന്നെ എനിക്ക് വേണ്ട റെഫറൻസ് ഞാൻ എടുത്ത് വെച്ചു. സോ നമുക്ക് സ്റ്റാർട്ടായി. അങ്ങനെ വരച്ചും അളന്നും ഫോറക്സിൻ്റെ പീസുകൾ ഞാൻ കട്ട് ചെയ്തുകൊണ്ടായിരുന്നു. പിന്നെ ക്യാപ്പിൻ്റെ സെൻറ്റർ പൊസിഷനിൽ വേണ്ട നമുക്ക് ബോൾ അറ്റാച്ച് ചെയ്യാം. പിന്നെ അതിന് വേണ്ടി ഒരു ഐസ്ക്രീം വാങ്ങി. ഒന്ന് കൂടാൻ വേണ്ടി ഐസ്ക്രീം കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു നൊസ്റ്റാൾജിയായിരുന്നു ബോൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ. നെക്സ്റ്റ് ബേസ്മെൻറ്റ് പരിപാടികളാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് റൗണ്ട് കഷ്ണങ്ങൾ വേണം. നമ്മുടെ ഫോറക്സ് പീസ് എടുത്തിട്ട് പതുക്കെ നമ്മൾ വരച്ചെടുത്തതിന് ശേഷം അതൊന്ന് നൈഫ് വെച്ചിട്ട് പതുക്കെ കട്ട് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അത് ഷേപ്പാക്കാൻ വേണ്ടി വരച്ചും കട്ട് ചെയ്തിരുന്നു. പിന്നെ ടോപ്പ് പൊസിഷനിലേക്കുള്ള ഒരു ഓവൽ ഷേപ്പിന് ആവശ്യമായിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി ആപ്പി വിക്സിൻ്റെ ഒരു കുപ്പി കട്ട് ചെയ്തെടുത്തു. നൈഫ് വെച്ച് മുറുക്കിൽ ഇത്തിരി എളുപ്പമില്ലാത്ത പരിപാടി ആയതുകൊണ്ട് ആക്സോ ബ്ലേഡ് എടുത്താണ് കട്ട് ചെയ്തത്. അങ്ങനെ സമയമായിട്ട് ഞാൻ അറിഞ്ഞില്ല. വീട്ടുകാരൊക്കെ ഉറങ്ങി കിടക്കായിരുന്നു. ആ നേരത്താണ് ചത്തുറങ്ങണ ഞാൻ ഇവിടെ കുത്തിരിക്കുന്നത്. പിന്നെ ഇത് ഞാൻ ബുദ്ധിമുട്ടൊന്നും ചെയ്യുന്നതല്ല കേട്ടോ, എനിക്കിഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. സോ നോ പ്രോബ്ലംസ്. ഇനി കട്ട് ചെയ്തെടുത്ത റൗണ്ട് കഷ്ണങ്ങൾ ഒട്ടിച്ചെടുത്ത് ബേസ്മെൻറ്റ് സെറ്റാക്കാം. ബേസ്മെൻറ്റിൻ്റെ ടോപ്പിലേക്ക് കട്ട് ചെയ്തെടുത്ത് വെച്ച 2 വിങ്സിലേക്ക് നമുക്ക് ബോൾ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഈ വിങ്സ് നന്നായി സെറ്റ് ചെയ്ത് പൊസിഷനൊക്കെ കറക്റ്റ് അല്ലേ എന്ന് നോക്കിയതിന് ശേഷം പിന്നെ ക്യാപ്പിൻ്റെ സെൻറ്റർ പൊസിഷനിൽ വേണ്ട നമുക്ക് ബോൾ അറ്റാച്ച് ചെയ്യാം. ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അമ്മ ഒരു ലേബ് ഡേ ആയി വന്നു. അമ്മ ഉറങ്ങിയെന്ന് ഞാൻ വിചാരിച്ച് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കിട്ടിയ മതി എടുത്ത് മോന്തി നൈസായി ചുണ്ടൊന്ന് കൊള്ളി. നെക്സ്റ്റ് ടോപ്പിലേക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കണം. കട്ട് ചെയ്തെടുത്ത വേറൊരു ഭാഗം എടുത്ത് ഒരു രാജാവിൻ്റെ കിരീടത്തിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത്. ഇത് ഇത്തിരി റിസ്ക്കുള്ളൊരു പരിപാടിയായിരുന്നു. അങ്ങനെ ടോപ്പിലെ പരിപാടികൾ ഏകദേശം ഒന്ന് തീർന്നു തുടങ്ങി. ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത കുപ്പിയുടെ ടോപ്പ് പൊസിഷനിലേക്ക് ഒരു ഫോറക്സ് കട്ട് ചെയ്തതിന് ശേഷം അത് ഉറപ്പിച്ചു. നെക്സ്റ്റ് എംസിയിൽ വെച്ച് കുറച്ച് ഡീറ്റെയിൽ പണികൾ എടുക്കാമെന്ന് വെച്ചു. പണ്ട് അമ്മ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനിടയ്ക്ക് മാവെടുത്ത് ഉരുട്ടി പാമ്പിനുണ്ടാക്കുന്നത് പോലെ നീളത്തിൽ എംസിയിൽ വെച്ചിട്ട് കെമിക്കലായതുകൊണ്ട് ഗൈസ് കെയർഫുൾ. അങ്ങനെ എംസിയിലെടുത്ത് മിക്സ് ചെയ്യാൻ തുടങ്ങി. ഹാർഡ്നർ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ, കാരണം കുറച്ച് വർക്കുകൾ ഡീറ്റെയിൽ വർക്കുകൾ ചെയ്യുന്നതുകൊണ്ട് ഹാർഡ്നർ കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി കൂടി ഫ്ലെക്സിബിളായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അത് കട്ട് ചെയ്ത് അതിൻ്റെ ടോപ്പ് പൊസിഷനിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഡിസൈൻ ചെയ്യാനുള്ള പൊസിഷനിലേക്കാണ് നമ്മളതിൽ അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എംസിൽ കയ്യിലൊട്ടാതിരിക്കാൻ ഇടയ്ക്ക് കുറച്ച് വെള്ളം യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. എംസിൽ വെച്ച് ചെയ്തെടുത്ത ഭാഗത്ത് നമ്മൾ കുറച്ച് നൈഫ് വെച്ചിട്ട് കുറച്ച് തട്ടുകൂട്ട് ഡിസൈൻസ് എല്ലാം സെറ്റാക്കി എടുത്തു. പിന്നെ രാജാവിൻ്റെ തലയിലേക്കുള്ള ബോൾ ഷേപ്പിലുള്ള കുറച്ച് മാലമണികൾ വേണമായിരുന്നു. അതിനുവേണ്ടി ഒരു മാല സെറ്റാക്കി എടുത്തു. അങ്ങനെ അത് ഓരോന്നായി ഒട്ടിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിലെ മെയിൻ ഫ്ലക്സ് ക്യൂക്ക് തന്നെയാണ്. അപ്പോൾ നമ്മളതിൻ്റെ 2 പോർഷനായിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ടോപ്പിൽ പോർഷനും അതുപോലെ തന്നെ ബേസ്മെൻറ്റ് പോർഷനും സെപ്പറേറ്റാണ് ചെയ്തിട്ടുള്ളത്. നമ്മളത് 2 കൂടി ഒട്ടിക്കാൻ പോകണം. ഇപ്പോൾ വളരെ ശ്രദ്ധിച്ചേണ്ട പരിപാടിയാണ്. ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസസൊക്കെ ഉണ്ട്. നമ്മളത് ഒട്ടിച്ചെടുത്തു. അങ്ങനെ അതിനുശേഷം പിന്നെ നമ്മളതിൻ്റെ ഗ്രൂ വർക്ക് ചെയ്യാൻ തുടങ്ങി. പീഠത്തിൻ്റെ ഭാഗത്തായിട്ട് നൈസായിട്ട് ഫോറക്സിൻ്റെ പീസുകൾ നൈഫ് വെച്ചിട്ട് സ്ലോലി കട്ട് ചെയ്തെടുത്തു. നെക്സ്റ്റ് എല്ലാം ഒന്ന് വൈറ്റ് കളറിൽ അടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് അക്രിലിക്കിൻ്റെ വൈറ്റ് എടുത്തു, കംപ്ലീറ്റ് വൈറ്റ് ആക്കി. പിന്നെ ഒരു ഓർക്കം. പിന്നെ പിറ്റേ ദിവസം മോർണിംഗ് ആണ് എണീക്കുന്നത്. ഒന്ന് ജസ്റ്റ് വെയിലത്ത് വെച്ചു. നെക്സ്റ്റ് വീണ്ടും പരിപാടിയിലേക്ക്. ഇനി ബേസ്മെൻറ്റ് കളറായിട്ടുള്ള യെല്ലോ സ്പ്രേ പെയിൻറ്റ് വെച്ച് ഒന്ന് ഫുൾ കളറാക്കി എടുക്കാം. അങ്ങനെ പതുക്കെ എല്ലാം കളറടിച്ച് അങ്ങനെ സ്പ്രേ പെയിൻറ്റ് വെച്ചിട്ട് ഫുൾ യെല്ലോ കളറാക്കി എടുത്തു. നെക്സ്റ്റ് ഡെപ്ത് ഫീൽ ചെയ്യണം. സോ ബ്രൗൺ, യെല്ലോ,
അങ്ങനെ ഓക്കർ യെല്ലോ അങ്ങനെയുള്ള കളേഴ്സൊക്കെ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് പതുക്കെ ഈ ജോയിൻറ്റ്സ് വരുന്ന ഭാഗങ്ങളും ഗ്രൂ വർക്ക് വരുന്ന ഭാഗത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ ആയിട്ട് പതുക്കെ അടിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് ചെറിയൊരു ഡെപ്ത്ത് ഫീൽ ചെയ്യും. പിന്നെ നൈസായിട്ട് നമ്മുടെ ഗോൾഡൻ പെയിൻറ്റ്സ് മുകളിൽ അടിച്ചു കൊടുക്കണം. സോ അതിനായിട്ട് നമ്മൾ ഫാബ്രിക്കിൻ്റെ ഗോൾഡൻ പെയിൻറ്റ്സാണ് എടുത്തിട്ടുള്ളത്. വളരെ ഫ്രഷായിട്ടുള്ളൊരു ബ്രഷ് എടുക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ഈ ഗോൾഡൻ പെയിൻറ്റ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ നല്ല ഗോൾഡൻ കളറിലായി നമുക്കത് കാണാം. അത് നല്ല മോർണിംഗ് ലൈറ്റിൽ തന്നെ കാണുമ്പോൾ നല്ല ഇമ്പാക്റ്റ് ആയിരിക്കും. അങ്ങനെ പിന്നെ ബ്ലൂ കളർ വെച്ച് നമ്മൾ ഏഷ്യ കപ്പും കൂടി എഴുതി 2025. ഈ കപ്പ് ഞാൻ എൻ്റെ സ്വന്തം ഇന്ത്യക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഇന്ത്യ ഇന്ത്യ, ഐ ലവ് മൈ കൺട്രി. ക്രിക്കറ്റ് പ്രാന്തുള്ള അമ്മയുടെ മോനായ ഞാൻ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എന്തായാലും കളി ഇന്ത്യ ജയിച്ചല്ലോ. സ്പോർട്സിനകത്തോട്ട് വേറെ ഒന്നും തന്നെ ഇൻക്ലൂഡ് ചെയ്യേണ്ട എന്നുള്ള താല്പര്യക്കാരനാണ് ഞാൻ. സോ ഭാവിയിൽ ഇസ്രായേലും പാലസ്തീനും ആകാതിരിക്കട്ടെ, നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും. ഒരിക്കൽ കൂടി ദിസ് ഈസ് ഫോർ മൈ കൺട്രി. ഇന്ത്യ ഇന്ത്യ.